ചാടി ഇറങ്ങിപ്പോ. ആ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ അമ്മേ. ഞാനൊന്നും പറയണില്ലേ. അറിയോ? അല്ലാ നീയാർന്നാ? പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അറബിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല? അറബി പറയാൻ അതിന് നീ പേർഷ്യയിലൊന്നും പോയിട്ടില്ല മമ്മതേ. അറബി എനിക്ക് വെള്ളം പോലെയാ. മദ്രസയിൽ അറബി അല്ലാതെ പിന്നെ കൊങ്ങിനെ പഠിപ്പിക്കണേ. എന്നാ നീ ഒന്ന് കുറച്ച് അറബി പറഞ്ഞേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. ഇക്കൊരു സ്ട്രോങ് ചായ. ഇവന് ചായ കൊടുക്കട്ടെ, എന്നിട്ട് പറയാം. ആയിക്കോട്ടെ. ചായ കുടിക്കും. എന്നാ ചായ. ഇനി കേട്ടോ എന്റെ അറബി. മാവെള്ളം, ഹലീബ് പാല്, അൽ സുക്കർ പഞ്ചാര, ഷായ് ചായ, ഇതെല്ലാം എന്റെ കടയിലുണ്ട്. ഇപ്പൊ മനസ്സിലായ എനിക്ക് അറബി അറിയുന്നത്? അതൊക്കെ അലക്കി. കടിയൊന്നുമില്ലേക്കാ? ഏയ് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ഇപ്പൊ പഴയതുപോലെ ഒന്നല്ല, കച്ചവടം കുറവാ. ഉള്ളതാച്ച പകുതി കടവും. പറ്റെഴുതി പേനല്ല മഷി തീരുന്നു മാത്രം. വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന പപ്പടം. ഓ വേണ്ട, അറബികൾ വലിക്കണ സിഗരറ്റാ. ഒന്ന് വലിക്കണോ? അറബിയോട് വലിക്കണ സിഗരറ്റാ? ഇന്ന് അതൊന്നും കാണണല്ലോ. എനിക്ക് ശീലമില്ലെന്നറിയാലോ. എന്നാലേ ഗൾഫ് മണലുകൊണ്ട് വരണ കയ്യിലിരിക്കും. ചന്ദ്രന്റെ താടി ഒത്തുപോ. മോനെ എവിടുത്തെയാ മനസ്സിലായില്ല? ഏയ് ഇവന് മനസ്സിലായില്ലേ? ഇത് മനോഹരൻ, ഇവിടെ വടക്കേടത്തെ രാമനായരുടെ മോനെ. കൊറേ കൊല്ലായിട്ട് അവൻ പേർഷ്യയിലല്ലേ. വടക്കേടത്തെ രാമനായരുടെ മോനോ? ആ ഇപ്പൊ മനസ്സിലായി. കൊറേ കാലം മുമ്പ് നീ നാട്ടിൽ നിന്ന് ഓടി പോയതല്ലേ. ഇപ്പൊ പേർഷ്യയിലൊക്കെ പോയി വലിയ നിലയിലായില്ലേ. പിന്നെ നിങ്ങളെ പോലെ ഇവിടെ കടന്ന് കഷ്ടപ്പെടണമെന്നാ? ഓടിപ്പോയോണ്ട് അവന് നല്ല കാശായി. അല്ലെങ്കിൽ ചൊറിയും കുത്തി നിങ്ങളെ പോലെ അവനോട് ഇരിക്കേണ്ടി വന്നേനെ. ആ സുക്കൂറെ, എല്ലായിടത്തും ചായ കൊടുത്തരാ. മമ്മദക്കാ അവരോട് എടുത്തോളൂ. ബാക്കിപ്പോ കുഴപ്പമില്ല, വെച്ചോ. ഇനി വരാനുള്ളതല്ലേ. ഇനിയിപ്പോ എവിടേക്ക് പരിപാടി? എനിക്ക് ക്ലബ്ബ് വരെ ഒന്ന് പോണം. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ മുസ്തഫ. അപ്പൊ അവിടെ നീ അത് പറഞ്ഞു തന്നായിട്ടാ. ഇന്നേ മീറ്റിങ്ങിന് കുറച്ച് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാനതാണ് പറഞ്ഞു. എന്നാ പോട്ടെ. ഒരു മിനിറ്റ്, പിന്നെ അത്ര വല്ലതും കൊടുക്കണ്ടാ? ഉണ്ടെങ്കിൽ ഒരെണ്ണം തരണം. പള്ളിയിലേക്ക് പോകുമ്പളേ കുപ്പായത്തിൽ അത്തറിന്റെ മണല്ലെങ്കിൽ ഒരു കുറച്ചില്ല. ശരി. മനുഷ്യൻ ചെവിയൊക്കെ ഉണ്ട് അവിടെ. ഞാൻ റേഡിയോസിലേക്ക് നോക്കണതാ. നീ പുറത്ത് തേങ്ങ നോക്കണ്ട. ആ മനോര,
എന്താ അവിടെ നിൽക്കണം? ഇങ്ങോട്ട് കയറി വേടാ. കാര്യങ്ങൾ തുറന്നു പറയണം കേട്ടോ. മറന്നിട്ടില്ലടാ, ശരിയാക്കാം. അരവിന്ദേട്ടാ നമസ്കാരം. മോഹനേട്ട ഒരു കസര എടുത്തേ. സ്റ്റൈലാണല്ലോ. എന്തൊട്ട് അരവിന്ദേട്ട ഈ ക്ലബിന്റെ ഒരു കോലം, ഇതൊക്കെ ഒന്ന് നന്നാക്കി കൂടെ? ആർക്കട ഇതിനൊക്കെ ഇൻട്രസ്റ്റ്? ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇവർക്ക് സിനിമ, ടി വി, വേറെ ഒന്നും വേണ്ട. സ്പോർട്സും വേണ്ട, ആർട്സും വേണ്ട, പിന്നെന്തൊട്ട് ക്ലബ്ബ്. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഇതിങ്ങനെ കിടക്കണമെന്ന് നമുക്കൊരു സങ്കടം. ഇവിടെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടതല്ല ഇത്. മനോര, ഇതൊന്നും നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ. എല്ലാത്തിനും ശ്രമം മാത്രം പോരല്ലോ, കാശ് വേണ്ടേ? ഇടയ്ക്ക് നാട്ടിൽ വരുന്നവർക്ക് ഇതൊക്കെ പറയാം. കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അല്ല പിന്നെ ജോലി പേർഷ്യല്ല. അപ്പൊ എപ്പഴാ വന്നേ? ഇന്ന് കാലത്തെ 2 വിമാനം പിടിച്ച വന്നേ. ഇനി എപ്പഴാ പോണേ? പറഞ്ഞടാ. മിണ്ടായിരുന്നല്ലോ അവിടെ. ഒരാൾ ഗൾഫിൽ നിന്ന് വരാൻ കാത്തിരിക്കുക, എപ്പോഴാ പോണാന്ന് ചോദിക്കാൻ. അരവിന്ദേട്ടാ, ഇനിയിപ്പോ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല. പരിപാടി ഇങ്ങോട്ട് തുടങ്ങിയാലോ? 5 മണി തന്നെ പറഞ്ഞു. 5 മണിയാ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു, തുടങ്ങാം. അതെ, അപ്പൊ തുടങ്ങല്ലേ? അപ്പൊ കാര്യപരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നേ ഒരു മൗന പ്രാർത്ഥന ആവാം. എല്ലാരും ഒന്ന് എഴുന്നേറ്റിക്ക്. പരിക്കാം. സുഹൃത്തുക്കളെ, ഇതിപ്പോ 3-ാം തവണയാണ് നമ്മൾ ഈ മീറ്റിംഗ് കൂടെ വിളിച്ചു കൂട്ടുന്നത്. കാര്യങ്ങൾക്ക് ആച്ചാ യാതൊരു തീരുമാനമായിട്ടും ഇല്ല. ഓണാച്ച വരാറാവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം. ഘോഷയാത്ര വേണോ അതോ ഗാനമേള വേണോ? ഘോഷയാത്ര മതി. അതെ അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, കഴിഞ്ഞ 5 കൊല്ലം മുമ്പാണ് ക്ലബ്ബോട് അവസാനമായിട്ടൊരു ഓണപരിപാടി നടത്തിയത്. അന്നത്തെ ഗാനമേളക്കുണ്ടായ അടിപൊളിയിലേ നടുവിന് പരിക്ക് പറ്റി നമ്മുടെ ഉദ്രമണിയേട്ടൻ ഇപ്പോഴും കിടന്ന കിടപ്പാണ്. അതുകൊണ്ടേ ഈ അടിയും കുത്തുകൊണ്ടാക്കണ ഗാനമേള നമുക്ക് വേണ്ട. അതാണ് നിങ്ങളുടെ ഒരു തീരുമാനം അല്ലേ? 4-5 കൊല്ലം മുമ്പുണ്ടായ ആ ഗാനമേളയ്ക്ക് ഒരു അടിപിടി ഉണ്ടായിന്ന് വെച്ചിട്ട് ഇക്കൊല്ലം ഗാനമേള വേണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു ഗാനമേള ഉണ്ടെങ്കിലേ ആളോട് പിരിവരൂ. ഗാനമേള തന്നെ വേണമെന്നാണ് ഇവിടെ എല്ലാവരും തീരുമാനം. ആരുടെ എല്ലാവരും ഈ പറഞ്ഞത് നിങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറഞ്ഞോണ്ട് കേട്ടാ. വെറുതെ പിള്ളേർക്ക് കള്ളു കുടിച്ചിട്ട് തുള്ളിച്ചാടാനും അടി ഉണ്ടാക്കാനും വേണ്ടിട്ട് ഒരു ഗാനമേള അത് ഈ ഓണത്തിന് നമുക്ക് വേണ്ട. പറഞ്ഞത് ശരി, പറഞ്ഞതാ ശരി. പറയതട്ടം പറഞ്ഞ് മാത്രം പറ്റില്ല, എല്ലാരും അഭിപ്രായം അറിയണ്ടേ? എനിക്കൊരു കാര്യം പറയാം. ഓണ വരുന്നു, നമ്മുടെ വീട്ടിലൊക്കെ മക്കളും മരുക്കളൊക്കെ വരുന്ന സമയം. ആ സമയത്ത് അടിയും പിടി ഉണ്ടാക്കുന്ന ഒരു കാര്യം നമുക്ക് ഇവിടെ നടക്കില്ല. രണ്ട് തലയും കത്തിക്കണി പരിപാടി നിർത്തിക്കോട്ടെ. നിങ്ങൾ കൂമമാസിനോട് പോയിട്ട് നിങ്ങളവിടെ നമുക്ക് തീരുമാനിക്കാം. ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലല്ലേ ജീവിക്കണേ. അപ്പൊ അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ നീക്കാം. ഒരു വോട്ടിനിടാം, അതിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ ആണല്ലോ? എല്ലാരും ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഗാനമേള വേണമെന്നുള്ളൊരു കൈപൊന്തിക്കേ. അപ്പൊ ഗാനമേളക്ക് 8 വോട്ട്. ഇനി ഘോഷയാത്രക്ക് താല്പര്യമുള്ളൊരു കൈപൊന്തിക്കേ. പണിപ്പാളിയാ എന്റെ നായരെ, നിങ്ങൾ എന്തിനാണ് ഈ രണ്ടിനും കൈപൊന്തിക്കണേ? 2 കൈയില്ലേ ഇവിടെ? അരന്തേട്ടാ, പണിപ്പാളി 2 സമാസമായിട്ട് നിക്കാണല്ലോ. അതെ, ഇവിടെ 2 ആളും കൂടി ഉണ്ടല്ലോ കൈപൊന്തിക്കാൻ. ഞങ്ങൾ 2 പേരും കമ്മിറ്റിക്കാരാ. ഞങ്ങൾ പറഞ്ഞ കണക്കൂട്ടില്ല.
കമ്മിറ്റിക്കാരൻ അതെ മര്യാദ അഭിപ്രായം പറയും ഒന്നിനും കൈ പൊക്കാണ്ടിരിക്കുക. ഞങ്ങള് കമ്മിറ്റിക്കാരാ. ഇതെന്താ ചന്തയാ എന്തൊരു ലഹള പുറത്തേക്ക് ഇനി കുറച്ചിന് വായർത്തി നായരെ ഹേയ് മോനെ ശുക്രേ മനോഹരന് ചായ വേണം. സ്കൂളിലൊന്നും പോകുന്നില്ല. ബാക്കിയുള്ളവർക്ക് ചായ ഇല്ലേ? ദേ, ഇപ്പൊ കൊണ്ടുവന്നേ. നേരായി. ഒരു പപ്പടോടാന്നറാ. പൊട്ടിക്കാൻ ചിട്ടിയുണ്ടാ അവിടെ വാട്ടവെള്ളം വരുന്നുണ്ട്. ഗിരീഷ് ഇപ്പൊ പപ്പടോട ഉറപ്പൊളിച്ചില്ല. ഇയാള് ഇതച്ചാ. ഇയാളുടെ ഒരു വാട്ടവളം. അപ്പൊ ഇനി മീറ്റിംഗ് തുടങ്ങാം. രണ്ടു കൂട്ടർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. മമ്മദ് ഖാന്റെ അഭിപ്രായം കൂടി ചോദിക്കാം. മമ്മദ് ഖാ, ഈ ഓണത്തിന് ഘോഷയാത്ര വേണോ അതോ ഗാനം വേണോ? ഇപ്രാവശ്യം ഗാനമേള വേണ്ട, ഘോഷയാത്ര മതി. ഒരു മിനിറ്റ്. ഇതിപ്പോ മമ്മദ് ഖാന്റെ അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് നമ്മുടെ ഷുക്കൂറിന്റെ അഭിപ്രായം കൂടെ ചോദിക്കും. അതെ, സഭയിലൊന്നും അഭിപ്രായം പറയാനായിട്ടില്ല. വേണടാ, നിനക്ക് അഭിപ്രായം പറഞ്ഞ ചെക്കനെ പേടിപ്പിക്കാൻ അധികം നേരം ഇവിടെ നിന്ന് തിരിയണ്ട. കടയിലേക്ക് വെക്കാം. കളിക്കാൻ പോലെ കടയിൽ നിന്നോളാം. അവള് പറഞ്ഞതേ കാര്യം. അപ്പോ ഭൂരിപക്ഷം വോട്ടും ഘോഷയാത്രയ്ക്ക് കിട്ടിയ സ്ഥിതിക്ക് ഈ ഓണത്തിന് ഘോഷയാത്ര തന്നെ അപ്പൊ തിരുവോണത്തിന്റെ അന്ന് വൈകിട്ട് 4 മണിക്ക് കപ്പേളക്കവലയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഡിസ്കോ മുക്ക് വരെ പോയി തിരിച്ച് 7 മണിക്ക് കപ്പേളക്കവലയിൽ അവസാനം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. അതെ, ഘോഷയാത്രക്കേ മാവേലി കെട്ടണത് ഞാൻ അന്നേനിട്ടാ. ഇനി അത് വേറെ ആരും കെട്ടാൻ നിക്കണ്ട, പറഞ്ഞില്ല. ആയിക്കോട്ടെ പറയുന്നേട്ടാ, അതിനിപ്പോ ആർക്കും ഒരു വിരോധമില്ല. പിന്നെ ബാക്കിയുള്ള വേഷങ്ങൾ ആരൊക്കെ കിട്ടുമെന്നുള്ള തീരുമാനം എടുക്കുക. അതൊക്കെ പിന്നെ അപ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായില്ലേ? നോട്ടീസ് അടിച്ച് പിരിവ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഒരു മീറ്റിംഗ് കൂടി കൂടും. അപ്പൊ നമുക്ക് പിരിഞ്ഞാലോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓണായിട്ട് നമുക്കൊരു പുലികളി ഇറക്കിയാലോ? ഹൈ, പുലിക്കളി ഇല്ലാണ്ട് എന്തൊട്ട് ഘോഷയാത്ര, എന്തൊട്ട് ഓണാഘോഷം അല്ലേ? സംഭവമൊക്കെ ശരി തന്നെ, അതിന് ഭയങ്കര ചെലവാടാ. മുസ്തു, നീ ചെലവിന്റെ കാര്യം വിട്. പുലികളി ഞാൻ സ്പോൺസർ ചെയ്തു, പോരെ? അങ്ങനെയാണെങ്കിൽ മനോഹര, ഈ പുള്ളികളിക്കാരുടെ കട്ടിങ്ങും ഷേവിംഗും ഉണ്ടല്ലോ, എന്റെ വക ഫ്രീ. അടിപൊളി. പക്ഷെ ഒരു കാര്യം, നോട്ടീസിലുണ്ടല്ലോ, കട്ടിങ് ആൻഡ് ഷേവിംഗ് സ്പോൺസേഡ് ബൈ ദൈവസഹായം സലൂൺ പ്രൊപ്പറേറ്റർ ശ്രീമാൻ സേവ്യർ എന്നൂടി വെക്കണം. ഈ പടയുടെ ഇടയിൽ കൊടാന്നുള്ള വർത്താനം വേണ്ടട്ടാ. മനോര, ചെലവിന്റെ കാര്യം മാത്രമല്ല വിഷയം. നമ്മുടെ നാട്ടിൽ പുലി കെട്ടാനും കളിക്കാനും അറിയണ ആരല്ലപ്പോ? അരവിന്ദന്റെ ഇത് എന്തൊട്ട് വർത്താനേ പറയണേ? നമ്മുടെ നാട്ടിലല്ലേ ഒരു അസല് പുലി, സാക്ഷാൽ പുലി ജോസേ. ബെസ്റ്റ് മൂപ്പരേ, പുലിയായിരുന്നൊക്കെ പണ്ട്. ഇപ്പൊ നല്ല എലിയാ, നാട്ടുകാരെ മൊത്തം കറണ്ട് തിന്നയില്ലേ. എന്റെ രവിയെ, തൃശ്ശൂർ പുലികളി എന്ന് പറഞ്ഞ ജോസേട്ടനല്ലേ നമുക്ക് ആദ്യം ഓർമ്മ വരാ. അങ്ങേരെ പോലെ ഒരു പുലികളിക്കാരൻ തൃശ്ശൂർ ഇന്നവരുണ്ടായിട്ടില്ല. അത് പണ്ടല്ലടാ, ജോസ് വെള്ളം അടിക്കാത്ത കാലത്ത്. ഇപ്പൊ ആള് ഫുൾ ടൈം ഫിറ്റാ. ചാരാശാപ്പിൽ തന്നെ കിടപ്പും ഇരിപ്പും. അതുകൊണ്ട് ജോസിനെ കൊണ്ട് പുലി കളിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. ഒരു കലാകാരൻ നശിച്ചാലും അയാളുടെ ഉള്ളിലെ കല നശിക്കില്ല. പുലികളി വലിയൊരു കല തന്നെയാ. ജോസ് അതിൽ വലിയൊരു കലാകാരനും. നമ്മളെല്ലാവരോടും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇനിയും പുലി കിട്ടും, എനിക്ക് ഉറപ്പാ. ജോസ് പുലി വേഷം കിട്ടിയാല് ബാക്കി പുലി വേഷം കിട്ടാൻ ഞങ്ങൾ റെഡിയാ. ആവേശം കാണിക്കാൻ വരട്ടെ. ആദ്യം ജോസ് സമ്മതിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. എന്തേ? അക്കാര്യം എനിക്ക് വിട്ടേക്കാരും ചേട്ടാ. ജോസേട്ടനെ കൊണ്ട് പുലിവേഷം കെട്ടിക്കണ കാര്യം ഞാൻ ഏറ്റു.